ഇടുക്കിയിൽ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. മണിയാറൻകുടി സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുമ്പോഴാണ് മരണം. വൃക്ക മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ട് എത്തിയപ്പോഴാണ് വെസ്റ്റ് നൈൽ പനി ബാധിച്ചത്. സന്ദീപ് രാജാക്കാട് നൽകും കൂടുതൽ വിവരങ്ങൾ. സന്ദീപ് രാജാക്കാട്, വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ രോഗിയെപ്പറ്റി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജിയ പാർവതി, കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് 17-ാം തീയതിയാണ് ഈ മണിയാറൻകുടി സ്വദേശിയായിട്ടുള്ള വിജയകുമാർ, 24 വയസ്സാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പരിശോധന ഫലം ഇന്നാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് ഇന്ന് ഈ മരണം സ്ഥിരീകരിക്കുന്നത്. ഈ വെസ്റ്റ് നൈൽ പനി ബാധിച്ചാണ് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആരോഗ്യവകുപ്പ് അധികൃതർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചികിത്സയിലായിരുന്നു. ഇദ്ദേഹത്തിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോട്ട് ചെല്ലുമ്പോഴാണ് ഈ രോഗം ബാധിക്കുന്നത്. അതിനുശേഷം അവിടുത്തെ ചികിത്സ കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. വീട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം വീണ്ടും ഈ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി മാറ്റുകയും അവിടെ ചികിത്സയിൽ ഇരിക്കുകയുമായിരുന്നു കഴിഞ്ഞ സംഭവിച്ചത്. എന്തായിരുന്നാലും ഈ പനി ബാധിച്ച ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ വെസ്റ്റ് നൈൽ പനിയാണോ എന്നതിനെ സംബന്ധിച്ച് സ്ഥിരീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ഇന്ന് ആ പരിശോധനാ ഫലം പുറത്തുവരികയും ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. മരണം സംഭവിച്ചിരിക്കുന്നത് 17-ാം തീയതിയാണ് എന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സുജയ പാർവതി. ഓക്കെ, ഇടുക്കി സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. സന്ദീപ് രാജാക്കാടാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചത്.